الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. واذكروا إذ أنتم قليل مستضعفون في الأرض تخافون أن يتخطفكم الناس فآواكم وأيدكم بنصره ورزقكم من الطيبات لعلكم تشكرون. സ്നേഹമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും കൽപ്പനകളും കഴിവിൻ്റെ പരമാവധി പഠിക്കുകയും മനസ്സിലാക്കുകയും അതനുസരിച്ചുകൊണ്ട് ജീവിതം തഖ്വയോടുകൂടി അഥവാ സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകണേ എന്ന് ആദ്യം എന്നെയും തുടർന്ന് നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സന്നിധിയിലേക്ക് നാം യാത്ര തിരിക്കുന്ന നിമിഷം വരെ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനും തൗഹീദിൻ്റെ കലിമയായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് അവനിലേക്ക് മടങ്ങുവാനും വിചാരണ ചെയ്യുന്ന നാളിൽ വിജയികളായിത്തീരുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീക്ക് നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് ഇസ്ലാം എന്ന മതത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒട്ടനവധി സംഘടനകളാണ് ഇസ്ലാമിൻ്റെ പേരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവർക്കെല്ലാം മുന്നോട്ട് വെക്കാനുള്ള ആശയങ്ങളും നിലപാടുകളുമൊക്കെ വ്യത്യസ്തമാണ്. പക്ഷേ ലോകത്തുള്ള സലഫികളെ സംബന്ധിച്ചിടത്തോളം, മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാഹി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ട് നാം മുന്നോട്ട് വെക്കുന്ന ആദർശം വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ്. അതാണ് ജീവിതത്തിൽ ഏറ്റവും ഒന്നാമതായിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഘടകം. ഈ ലോകത്തും പരലോകത്തും നമ്മൾ വിജയികളായി തീരണമെങ്കിൽ തൗഹീദിൽ കൃത്യമായി അടിവച്ചുകൊണ്ട് നിൽക്കുവാനും പ്രവാചകൻ്റെ സുന്നത്തുകൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന സമ്മേളനങ്ങൾ 5 വർഷം കൂടുമ്പോൾ നടക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് 10ാമത് മുജാഹിദ് സംസ്ഥാന സമ്മേളനമാണ് ഈ മാസാവസാനം 3 ദിനങ്ങളിലും
പുതുവർഷത്തിലെ ആദ്യ ദിനവുമായി കോഴിക്കോട് നടക്കുന്നത്. ആ സമ്മേളനത്തിൻ്റെ പ്രമേയമാണ് ഇന്നത്തെ ഖുതുബയിൽ നിങ്ങളുടെ മുന്നിൽ സൂചിപ്പിക്കുന്നത്. നിർഭയത്വമാണ് മതം, അഭിമാനമാണ് മതേതരത്വം എന്നുള്ളതാണ്. ഇതിൻ്റെ രണ്ടാമത്തെ വിഷയം ഈ ലോകത്തുള്ള അല്ലെങ്കിൽ ഈ രാജ്യത്തുള്ള എല്ലാ രാഷ്ട്രീയക്കാരും കൃത്യമായിട്ട് സമൂഹത്തിന് മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. അഭിമാനമാണ് മതേതരത്വം എന്നുള്ളത്. മതമുള്ളവനും മതമില്ലാത്തവനുമൊക്കെ അങ്ങാടികളിലും സെമിനാറുകളിലും സമ്മേളനങ്ങളിലുമൊക്കെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയമാണ്. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായ ആ ഒന്നാമത്തെ വാചകമുണ്ടല്ലോ, നിർഭയത്വമാണ് മതം എന്നുള്ളത്. അതാണ് അടിവരയിട്ട് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടത്. ആ ഭാഗം ഒന്നാമതായിട്ടുള്ള ഭാഗമാണ് നിങ്ങളുടെ മുന്നിൽ സൂചിപ്പിക്കുന്നത്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം, രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ട് അവരെല്ലാവരും ആഗ്രഹിക്കുന്നത് നിർഭയത്വമാണ്. ഭയം എന്നതിൻ്റെ ഓപ്പോസിറ്റാണ് നിർഭയത്വം എന്നുള്ളത്. ഭയം എന്ന് പറഞ്ഞാൽ പേടി എന്നുള്ളതാണ്. നിർഭയത്വം എന്നുള്ളതോ എല്ലാത്തിൽ നിന്നുള്ള, എല്ലാ ഭയങ്ങളിൽ നിന്നുള്ള നമുക്ക് മനസ്സിനൊരു സുഖം നൽകുന്ന ഒന്ന് നിർഭയത്വമാണ്. അത് നമ്മുടെ വീടാണ് നിർഭയത്വം, നമ്മുടെ പള്ളിയാണ്, അല്ലെങ്കിൽ നാം ജോലി ചെയ്യുന്ന കച്ചവട സ്ഥാപനമാണ്. എല്ലാ മേഖലയിലും നമുക്ക് നിർഭയത്വം ഉണ്ടാകേണ്ടതുണ്ട്. ജീവനും സമ്പത്തിനും അഭിമാനത്തിനുമൊക്കെ നിർഭയത്വം യഥാർത്ഥത്തിൽ സുരക്ഷ നൽകുന്നുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഉപജീവനങ്ങൾ നമുക്ക് തേടുവാൻ, അതുപോലെ തന്നെ ലോകത്ത് നമുക്ക് യാത്ര ചെയ്യാൻ, ആരാധനകൾ നിർവഹിക്കാൻ, സമൂഹത്തോടുള്ള ബാധ്യതകൾ കൃത്യമായിട്ട് നിർവഹിക്കാൻ, എല്ലാം ശരിയായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിർഭയത്വം ഉണ്ടാകണം എന്നുള്ളതാണ്. മനസ്സും ജീവിതവും സമാധാനപൂർണമായാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ നിർഭയത്വം ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. നിർഭയത്വം ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമുക്ക് കാണാൻ സാധിക്കും, നമ്മുടെ ജീവിതം വലിയ പ്രയാസമായി തീരും. നിങ്ങൾ നോക്കൂ, ലോകത്ത് പല രാജ്യങ്ങളും രാവിലെ എഴുന്നേറ്റ് ഒരു നേരത്തെ ഭക്ഷണം പോലും തയ്യാറാക്കാൻ വേണ്ടി വളരെ ഭയപ്പെട്ടുകൊണ്ട് ഭക്ഷണം പാകം ചെയ്യുന്ന, കുടുംബത്തെ നോക്കുന്ന, ജോലി ചെയ്യുന്ന ഗൃഹനാഥന്മാർ അല്ലെങ്കിൽ ആ വീട്ടിലെ സ്ത്രീകൾ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഷെല്ലെങ്ങാനും വീണ് കഴിഞ്ഞാൽ, ഒരു ബോംബെങ്ങാനും വീണ് കഴിഞ്ഞാൽ ആകെ ഇല്ലാതായി തീരുന്ന അവസ്ഥയിലാണ് ലോകത്തുള്ള പല രാജ്യങ്ങളും അല്ലെങ്കിൽ പ്രദേശങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഉപജീവന മാർഗങ്ങൾ, തൊഴിൽ മേഖലകൾ എല്ലാം തകർന്നു പോകും നിർഭയത്വമില്ലെങ്കിൽ. നമ്മുടെ സ്വാതന്ത്ര്യമുണ്ട്, നമ്മുടെ അഭിമാനമുണ്ട് തുടങ്ങിയ വിലക്കപ്പെട്ട എല്ലാം അത് തീർച്ചയായിട്ടും ഹനിക്കപ്പെടും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് ഭയമുക്തമായ അവസ്ഥയെ ഇസ്ലാം ഏറ്റവും അധികം പ്രാധാന്യത്തോടു കൂടി കാണുന്നത്. അതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ, നിയമവ്യവസ്ഥകൾ ഇസ്ലാം കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് നിർഭയത്വം എന്നുള്ളത്. അതുകൊണ്ടല്ലേ നമ്മുടെ വീടുകളിൽ നമ്മൾ സമാധാനമായിട്ട് കിടന്നത് ഇന്നലെ രാത്രി. അതുകൊണ്ടാണ് നമ്മുടെ ജോലി സ്ഥലത്ത് വളരെ ഭംഗിയോടുകൂടി സമാധാനത്തോടുകൂടി നമ്മൾ കച്ചവടം ചെയ്തത്. അതുകൊണ്ടാണ് ഈ ജുമുഅക്ക് പള്ളിയിൽ സമാധാനത്തോടുകൂടി ഇബാദത്ത് നിർവഹിക്കാൻ നമുക്ക് കഴിഞ്ഞത് എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള ആളുകളെ ഉണർത്തുന്നുണ്ട് ഈ വലിയ അനുഗ്രഹത്തെ സംബന്ധിച്ച്. അതാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചത്. സൂറത്തുൽ മാഇദയിലെ 26-ാമത്തെ വചനമാണ്. അള്ളാഹു പറയുന്നത് എന്താണ്? നബിയെ, വദ്കുറൂ ഇദ് അൻതും ഖലീലുൻ മുസ്തദ്അഫൂന ഫിൽ അർദ്, ഭൂമിയിൽ ബലഹീനരായിക്കൊണ്ട് ഗണിക്കപ്പെട്ടിരുന്ന കുറച്ചാളുകൾ മാത്രമായിരുന്നു എന്നത് നിങ്ങൾ ഓർക്കണം നബിയെ. തഹാഫൂന അയ്യതഹത്തഫകുമുന്നാസ്, ജനങ്ങൾ നിങ്ങളെ റാഞ്ചിയെടുത്ത് കളയുമെന്ന് നിങ്ങൾ ഭയപ്പെടുമായിരുന്നു. ഇസ്ലാം തുടങ്ങിയ സമയത്ത് നമുക്കറിയാം, എണ്ണിയാൽ ഒതുങ്ങുന്ന, വിരലിൽ ഒതുങ്ങുന്ന ചില ആളുകൾ മാത്രമാണ് വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്. ശത്രുക്കൾക്ക് വേണമെങ്കിൽ എല്ലാവരെയും പിടിച്ച് റാഞ്ചിക്കളയാമായിരുന്നു, കൊന്നൊടുക്കാമായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു? ഫആവാകും വഅയ്യദകും ബിനസ്രി, അല്ലാഹു നിങ്ങൾക്ക് ആശ്രയം നൽകി, അല്ലാഹു നിങ്ങൾക്ക് സഹായം നൽകുകയും ചെയ്തു. വറസകകും മിനത് ത്വയ്യിബാത്, വിശിഷ്ട വസ്തുക്കളിൽ നിന്ന് നിങ്ങൾക്ക് കഴിക്കുവാനുള്ള ഭക്ഷണം നൽകുകയും ചെയ്തു, ഉപജീവനം നൽകുകയും ചെയ്തു. ലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരായി തീരാൻ വേണ്ടി എന്ന് വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രത്യേകമായിട്ട് ഉണർത്തുകയാണ്. നിങ്ങൾ നോക്കൂ, എത്ര ഗൗരവത്തിലാണ് വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർത്തുന്നത്.
നബിയെ, നിങ്ങൾ ഒന്നും അല്ലാതിരുന്ന ആ സന്ദർഭം ഓർക്കുക. ശത്രുക്കൾ നിങ്ങളെ വാഞ്ചിക്കളയുമായിരുന്ന ആ നിമിഷം, പക്ഷേ അള്ളാഹ് നിങ്ങളെ സഹായിച്ചു എന്നുള്ളതാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങളിൽ ആരെങ്കിലും തൻ്റെ താവളത്തിൽ നിർഭയനായിക്കൊണ്ട് നമ്മുടെ വീട്ടിൽ സമാധാനത്തോടു കൂടി നമ്മൾ ജീവിക്കുന്നു, ഒരു ദിവസത്തേക്കുള്ള ഭക്ഷണമുണ്ട്, മാത്രമല്ല അതുപോലെ തന്നെ ശരീരത്തിന് ആരോഗ്യവുമുണ്ട്. 3 വിഷയമാണ് പറഞ്ഞത്. ശരീരത്തിന് ആരോഗ്യമുണ്ട്, ഒരു ദിവസത്തേക്കുള്ള ഭക്ഷണമുണ്ട്, വീട്ടിൽ താമസിക്കാൻ നമുക്ക് നിർഭയത്വമുണ്ട് എങ്കിൽ ഇഹലോകം മുഴുവൻ ലഭിച്ച മനുഷ്യനെ പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ സൗഭാഗ്യം നമുക്കില്ലേ? ഇന്ന് നമ്മൾ അനുഭവിച്ചതല്ലേ ഇന്നത്തെ ദിവസം? ആരോഗ്യമുണ്ട്, ഭക്ഷണം കഴിച്ചു, വീട്ടിൽ സമാധാനത്തോടു കൂടി കിടന്നുറങ്ങി എഴുന്നേറ്റു. അള്ളാഹു നമുക്ക് നൽകിയ വലിയ നിഅമത്താണ് ആ നിർഭയത്വം എന്നുള്ളത്. അപ്പോൾ നിർഭയത്വം അതിൻ്റെ ഉറവിടം എവിടെ നിന്നാണ്? നിർഭയത്വം ലഭിക്കണമെങ്കിൽ എവിടെ നിന്ന് ലഭിക്കും? അതാണ് ചോദ്യം. അള്ളാഹുവിൽ നിന്നാണ് നമുക്ക് നിർഭയത്വം ലഭിക്കുക. അതിനെന്തു വേണം? വിശ്വാസം ശക്തമാകണം. അള്ളാഹുവിലുള്ള വിശ്വാസം നമുക്ക് ശക്തമാകണം. ദൈവനിഷേധികളെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എല്ലാത്തിനെയും ഭയപ്പെടുന്ന ആളുകളായിരിക്കും. ഒരു മെസ്സേജ് എങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ ഭയത്തോടു കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളായിരിക്കും ദൈവനിഷേധികൾ. പക്ഷെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്തേ കാരണം? അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വിശ്വാസം കൃത്യമായിട്ട് നിലനിർത്തുകയാണെങ്കിൽ എൻ്റെ സഹായം നിങ്ങൾക്കുണ്ട് എന്നുള്ളത്. അപ്പം ഈമാൻ എന്നുള്ള വാക്ക് അത് എവിടുന്നാണ് ഉണ്ടായത്? ഈമാൻ എന്ന വാക്ക് നമ്മൾ വിശ്വാസം എന്നാണ് മലയാളത്തിൽ പറയാറുള്ളത്. അമ്ന് എന്ന വാക്കിൽ നിന്നാണ് ഈമാൻ എന്ന വാക്ക് കടന്നു വരുന്നത്. അമ്ന് എന്ന് പറഞ്ഞാൽ നിർഭയത്വം, ഈമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ വിശ്വാസം. അപ്പോ അമ്ന് എന്ന ശബ്ദതയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈമാൻ എന്ന വാക്ക് കടന്നു വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്ലാമിക വിശ്വാസത്തിന്റെ അടിത്തറ എന്താണ്? സാക്ഷാൽ ദൈവമായ അള്ളാഹുള്ള വിശ്വാസമാണ്. അത് മറ്റുള്ളവർക്കെങ്ങാനും സമർപ്പിച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ നിർഭയത്വം ഇല്ലാതാകും. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക. പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും അള്ളാഹുവിന് മാത്രം. എന്തിനാ കാരണം? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബകുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ അല്ലദീ ജഅല ലകുമുൽ അർള ഫിറാശാ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലകും ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. യാ അയ്യുഹന്നാസ്, മനുഷ്യരേ, ഉബ്ദു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ മാത്രം ആരാധിക്കണം. ആ രക്ഷിതാവിന്റെ പ്രത്യേകത എന്താണ്? അല്ലദീ ഖലഖകും, അവൻ നിങ്ങളെ സൃഷ്ടിച്ചു. വല്ലദീന മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും അല്ലാഹു സൃഷ്ടിച്ചു. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത ഉള്ളവരായി തീർന്നേക്കാം. അള്ളാഹനെ മാത്രം ആരാധിക്കണമെങ്കിൽ സൂക്ഷ്മതയുള്ളവരായി തീർന്നേക്കും. എന്നിട്ട് അള്ളാഹ് നൽകിയ അനുഗ്രഹത്തെ സംബന്ധിച്ച് പറയുന്നത്, അല്ലദീ ജഅല ലകുമുൽ അർള ഫിറാശാ. ആ ഫിറാശ് എന്ന വാക്കൊക്കെ നോക്കൂ നിങ്ങൾ. എന്താണ്? വിരിപ്പാക്കി തന്നു അള്ളാഹ് നമുക്ക് ഭൂമിയെ. അതുപോലെ തന്നെ വസ്സമാഅ ബിനാഅ, ആകാശത്തെ അള്ളാഹു നമുക്ക് മേൽക്കൂരയാക്കി തന്നു. ഒരു തൂണ് പോലും ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്കില്ല. അള്ളാഹു ആകാശത്തെ മേൽക്കൂരയാക്കി തന്നു. വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅ, കുടിക്കുവാനും ആവശ്യത്തിനുമുള്ള വെള്ളം അള്ളാഹ് നമുക്ക് ഭൂമിയിലേക്ക് ഇറക്കി തന്നു. എല്ലാ ആവശ്യത്തിനും, കൃഷിക്കും ഉപയോഗത്തിനും ഒക്കെ. ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലകും, ആ മഴ വർഷിച്ചതുകൊണ്ട് ഭൂമിക്കടിയിൽ നിന്ന് അള്ളാഹു സസ്യലതാദികളെ മുളപ്പിച്ചു തന്നു. എന്നിട്ട് അവസാനം പറഞ്ഞത് എന്താണ്? ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ, അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന് നിങ്ങൾ സമന്മാരെ ഉണ്ടാക്കാൻ പാടില്ല. അള്ളാഹ് കാണുന്നത് പോലെ, അള്ളാഹ് കേൾക്കുന്നത് പോലെ, അള്ളാഹ് അറിയുന്നത് പോലെ, അള്ളാഹ് മനസ്സിലാക്കുന്നത് പോലെ ലോകത്തെ ഏതെങ്കിലും ഒരു മനുഷ്യന് കഴിയുമെന്ന വിശ്വാസം വെച്ച് പുലർത്തി കഴിഞ്ഞാൽ അതാണ് ശിർക്ക്. ശിർക്ക് വന്നു കഴിഞ്ഞാൽ നിർഭയത്വമില്ല. അതാണ് സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം കള്ളക്കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലേ? CM മടവൂരിനെ പൊക്കി എന്തെല്ലാം.
ആകാശത്ത് കൂടി വിമാനങ്ങൾ കൃത്യമായിട്ട് സഞ്ചരിക്കുന്നത് CM മടവൂരിൻ്റെ കഴിവ് കൊണ്ടാണ് എന്നിവരെ ഒരു ഉസ്താദ് പ്രഭാഷണത്തിൽ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആകാശത്ത് കൂടി വിമാനം അപകടത്തിൽപ്പെട്ടു. ആ വിമാനത്തിന്റെ ക്യാപ്റ്റൻ പറഞ്ഞു, പൈലറ്റ് പറഞ്ഞു, വിമാനം അപകടത്തിലാണ്, എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവരും വ്യത്യസ്ത മതക്കാർ എല്ലാ ദൈവങ്ങളെയും വിളിച്ചു. കർത്താവിനെ വിളിച്ച ആളുകൾ ഗുരുവായൂരപ്പനെ വിളിച്ചു, അള്ളാഹുവിനെ വിളിച്ചു, ഒരു മനുഷ്യൻ വിളിച്ചു, CM മടവൂരെ രക്ഷിക്കണമേ. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. എന്നിട്ട് CM മടവൂര് കടന്നു വന്നു. വിമാനത്തിന്റെ ചിറക് അദ്ദേഹം പിടിച്ചുകൊണ്ട് എയർപോർട്ടിലേക്ക് കൃത്യമായിട്ട് അപകടമില്ലാതെ പിടിച്ചിറക്കി എന്നാണ്. ഇതാരോടാണ് ഈ പ്രസംഗിക്കുന്നത്? ഈ സമൂഹത്തിന് മുന്നിൽ പച്ചക്കളവ് പറയാൻ ഒരു നാട്ടിൽ ജീവിച്ചിരുന്ന ഒരു ഭ്രാന്തനായ മനുഷ്യനാണ് CM മടവൂർ എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ചരിത്രം കോഴിക്കോടുള്ള ജനങ്ങൾക്കറിയാം. മടവൂർ എന്ന പ്രദേശത്ത് ജീവിച്ച ആ മനുഷ്യൻ എങ്ങനെയാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം വിശുദ്ധ ഖുർആനും സുന്നത്തുമായിട്ടാണ് അദ്ദേഹം ജീവിച്ചത്. നമസ്കരിക്കാത്ത, നോമ്പെടുക്കാത്ത, അതുപോലെ തന്നെ കൊമ്പൻ മീശയുമായി നടക്കുന്ന, സ്വർണം അണിഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ CM മടവൂരിനെ സംബന്ധിച്ചാണ് ഉസ്താദുമാർ പലപ്പോഴും ഈ സമൂഹത്തിന് മുന്നിൽ പച്ചക്കളവ് പറയുന്നത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എങ്ങനെയാണ് ഇവർക്ക് നിർഭയത്വം ലഭിക്കുന്നത്? അതുകൊണ്ടാണ് അവർ പലപ്പോഴും കേരളത്തിൽ നിന്ന് ഉള്ളാളിലേക്ക് കടന്നു വരുന്നു. ട്രെയിനിൽ പലപ്പോഴും എല്ലാ വെള്ളിയാഴ്ചകളിലും കടന്നു വരുന്ന ഉള്ളാൾ സ്റ്റോപ്പിൽ ഇറങ്ങുന്ന ഉസ്താദുമാർ അല്ലെങ്കിൽ പല കുടുംബക്കാർ നിങ്ങൾ നോക്കൂ, എന്താണ് അവരുടെ പിഴച്ച വിശ്വാസം? അള്ളാഹുവിനെ മാത്രം ആരാധിക്കേണ്ടുന്ന വിഷയത്തിൽ വലിയ പാളിച്ചയാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം നിങ്ങൾ. കേരളത്തിൽ തിരുവനന്തപുരത്തുള്ള ഭീമാപ്പള്ളിയുണ്ട്. ഭീമാപ്പള്ളി കുറച്ച് നാളുകൾക്ക് മുമ്പ് ലേലം ചെയ്തു. എത്ര രൂപക്ക്? 7,07,00,000 രൂപക്ക്. ഏത് ഒരു ജാറമാണ്. 7 കോടി എങ്ങാനും ഒരു മനുഷ്യൻ മുടക്കിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് 70 കോടി ലഭിക്കുന്ന രൂപത്തിൽ വരുമാനമുണ്ടാകുന്ന സ്ഥലമാണ്. നിങ്ങൾ നോക്കൂ, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഡിജിറ്റൽ ഇന്ത്യ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പോലും അന്ധവിശ്വാസത്തിന് വ്യാപകമായിട്ട് പ്രചാരണം ലഭിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തെ നമ്മൾ ബോധവൽക്കരിക്കണം. അള്ളാഹു അല്ലാത്ത ഒരു ശക്തിക്കും ഒന്നിനും കഴിയില്ല എന്ന കൃത്യമായ വിശ്വാസം വെച്ച് പുലർത്താൻ നമുക്ക് കഴിയണം. അതാണ് കേരളത്തിൽ ആലപ്പുഴ ജില്ലയിൽ ഒരു MP സംസാരിച്ചു, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അല്ലാത്ത ഒന്നിനെയും പേടിക്കേണ്ട. അദ്ദേഹം പറഞ്ഞ് കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോൾ വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയ അദ്ദേഹത്തിനെതിരെ പലരും രംഗത്ത് വന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അത് തന്നെയാണ് മുസ്ലിമിന് വേണ്ടത്. അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടാൽ മതി. വേറെ ഒരു പടപ്പിനെയും എന്തിനു നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യം? അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ ഈ ഈമാനുണ്ടെങ്കിൽ, ഈ നിർഭയത്വമുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് ഒരു ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എത്രത്തോളം സമാധാനവും നിർഭയത്വവുമാണ് നമുക്ക് ലഭിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഒരു ഉമ്മയുടെ ചരിത്രമാണ് നമുക്ക് പഠിപ്പിച്ചിരിക്കുന്നത്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉമ്മ. നമുക്കറിയാം, ഇസ്രായേലിയർ അവിടെ ജനിക്കുന്ന എല്ലാ ആൺകുട്ടികളെയും കൊന്നെടുക്കാൻ ഫിർഔൻ തീരുമാനിച്ചു. മൂസാ നബി ജനിക്കുകയാണ്. അള്ളാഹു ബോധനം നൽകുകയാണ്. വൗഹൈനാ ഇലാ ഉമ്മി മൂസാ അൻ അർളിഹി ഫഇദാ ഖിഫ്ത അലൈഹി ഫൽഖീഹി ഫിൽ യം വലാ തഖാഫി വലാ തഹ്സനി ഇന്നാ റാദ്ദൂഹു ഇലൈക വജാഇലൂഹു മിനൽ മുർസലീൻ. സൂറത്തു ഖസസിന്റെ 7-8 ആയത്തുകളാണ്. വൗഹൈനാ ഇലാ ഉമ്മി മൂസാ അൻ അർളിഹി, മൂസയുടെ ഉമ്മക്ക് നാം ബോധനം നൽകി, വഹി നൽകി, അവനിനി മുല കൊടുത്തുകൊള്ളുക. അള്ളാഹ് പറയണം, മൂസ എന്ന കുട്ടിക്ക് നീ മുല കൊടുക്കണം. ഫഇദാ ഖിഫ്ത അലൈഹി ഫൽഖീഹി ഫിൽ യം, ഇനി അവന്റെ കാര്യത്തിൽ നിനക്ക് പേടിയുണ്ടോ, നീ എന്തു ചെയ്യണം? അവനെ നീ നദിയിൽ ഉപേക്ഷിക്കണം. അവനെ നീ പെട്ടിയിലാക്കിയിട്ടാൽ നദിയിലേക്ക് ഇട്ടാൽ മതി. വലാ തഹാഫി വലാ തഹ്സനി, നീ പേടിക്കേണ്ട, നീ ദുഃഖിക്കേണ്ട. ഇന്നാ റാദ്ദൂഹു ഇലൈക, ആ കുട്ടിയെ നിന്റെ അടുക്കലേക്ക് തന്നെ നാം തിരിച്ചു കൊണ്ടുവരും. അള്ളാഹ് പറയാണ്, ആ കുട്ടീനെ പെട്ടിയിലാക്കി നദിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ കുട്ടീനെ നിന്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുവരപ്പെടും. വജാഇലൂഹു മിനൽ മുർസലീൻ, അവനെ നാം പ്രവാചകനാക്കി തീർക്കും, അവനെ നാം നബിയാക്കും. അള്ളാഹ് പറയാണ്, കഴിഞ്ഞില്ല. ഫൽതഖതഹു ആലു ഫിർഔൻ
ഫിർഔനിന്റെ ആളുകൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആ കിടത്തിയ പെട്ടി അവരുടെ സമീപത്തെത്തിയ സമയത്ത് ആ പട്ടാളക്കാർ എടുത്തു. ലിയകൂന ലഹും അദുവൻ വഹസന, അവരുടെ ശത്രുവും ദുഃഖഹേതുവും ആയിരിക്കാൻ വേണ്ടി. ആ നാട്ടിലെ ആളുകളുടെ ശത്രുവും ദുഃഖഹേതുവും ഈ കുട്ടിയായി തീരാൻ വേണ്ടി. ഇന്ന ഫിർഔന വഹാമാന വജുനൂദഹുമാ, ഫിർഔനും ഹാമാനും അവന്റെ പട്ടാളവും കാനൂ ഖാതീൻ, തെറ്റുപറ്റിയവരാകുന്നു. നിങ്ങൾ നോക്കൂ, ഈ ഒരു സംഭവം മാത്രം മതി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിർഭയത്വം ലഭിക്കാൻ. അള്ളാഹുവിനെ കൃത്യമായി അനുസരിക്കുകയും ആരാധനകൾ അള്ളാഹുവിന് മാത്രം അർപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് അവസാനം എന്താ സംഭവിച്ചത്? ആ കുട്ടീനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. മുല കൊടുക്കാൻ വേണ്ടി പല സ്ത്രീകളെയും വിളിച്ചു. കുട്ടി മുല കുടിക്കുന്നില്ല. അവസാനം മൂസാ നബിയുടെ ഉമ്മ തന്നെ കടന്നു വരുന്നു. കുട്ടി മൂസാ നബിയുടെ ഉമ്മയുടെ കയ്യിൽ വളർന്നു വരികയാണ്. അങ്ങനെ വളർന്നു വലുതായി അവസാനം രാജകൊട്ടാരത്തിലുള്ള രാജാവിൻ്റെ മുഖത്ത് നോക്കി തൗഹീദ് പ്രഖ്യാപിച്ച മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ ജീവിതമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ഈമാൻ, ഈ ഒരു നിർഭയത്വം നമുക്ക് ലഭിക്കണമെങ്കിൽ ഞാനും നിങ്ങളും എത്രത്തോളം അതിനർഹരാണ് എന്ന് ആലോചിച്ച് നോക്കുക. ഖുർആനിലെ വാചകങ്ങൾ, പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും പ്രബോധനം ചെയ്യാനും എനിക്കും നിങ്ങൾക്കും കഴിയുന്നുണ്ടോ? കഴിയുന്നു എങ്കിൽ അതാണ് ഏറ്റവും വലുത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഒരു ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ ആയത്തുമായിട്ട് നമ്മുടെ വിശ്വാസം എവിടെ നിൽക്കുന്നു എന്ന് ശ്രദ്ധിക്കുക. ഈ ആയത്ത് നമ്മുടെ വിശ്വാസവുമായി എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ ഓരോ ആളുകളും നമ്മോട് ചോദിക്കുക. എങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ ഈ മരണം കൊണ്ട് നിർഭയത്വമുണ്ട് എന്നുള്ളതാണ്. നമുക്ക് വിശ്വാസം ശരിയായിട്ടില്ല എങ്കിൽ അവസാനം ഒരു കന്നുകാലിയെപ്പോലെ ഈ ലോകത്തിൽ നിന്ന് മരണപ്പെട്ടു പോകുന്ന അവസ്ഥയാണ്. എന്നാ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഖ്സിയ അനിന്നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. എല്ലാവരും മരിച്ചു പോകും. ഇവിടെ ജനിച്ചോ മരണപ്പെടുക തന്നെ ചെയ്യും, സംശയമില്ല. ഉദാഹരണം പറയേണ്ട ആവശ്യമില്ലല്ലോ. എത്രയോ ആളുകൾ പോയി കഴിഞ്ഞു. അടുത്തത് ഒരു പക്ഷെ നമ്മളായിരിക്കും. അള്ളാഹു അവർക്കുള്ള പ്രതിഫലം നൽകപ്പെടുക ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിലാണ്. അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷയിൽ നിന്ന് അവൻ മോചനം കിട്ടുകയും ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഫഖദ് ഫാസ്, അവനാണ് വിജയി. ഈ ലോകത്ത് IAS, IPS, IFS ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളുകളല്ല പരലോകത്ത് വിജയിക്കുക. അള്ളാഹുവിന്റെ അടുക്കൽ വിജയിക്കുന്ന ആളുകളായാണ് സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കുകയും നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുകയും ചെയ്ത ആളുകൾ. IAS ഉള്ള ആളുകൾക്ക് അപ്പോൾ വിശ്വാസം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് തൃശ്ശൂരിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി വിഭാഗം സമ്മേളനം നടത്തിയ സമയത്ത് ബാങ്ക് കൊടുത്തപ്പോൾ ജില്ലാ കളക്ടറോട് പറഞ്ഞു, സാർ ബാങ്ക് കൊടുക്കുന്നു. അദ്ദേഹം ഇരുന്നു. ബാങ്ക് കൊടുത്തു കഴിഞ്ഞു. ജില്ലാ കളക്ടർ സംസാരിച്ചു. ഇസ്ലാം എന്ന മതം എത്രത്തോളം ഉയർന്നു നിൽക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അക്ബർ ചക്രവർത്തിയെ സംബന്ധിച്ച് പുകഴ്ത്തുന്ന ഇസ്ലാം എത്ര മഹത്വമാണ് എന്നാണ് IAS ലഭിച്ച ജില്ലാ കളക്ടർ സംസാരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസം നേടിയ മനുഷ്യന് പോലും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസം ഇത്രയും കാലം അവർക്ക് പോലും ലഭിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് വലിയ സങ്കടകരമായിരുന്നു. അപ്പൊ ഫഖദ് ഫാസ്, അവരാണ് യഥാർത്ഥത്തിൽ വിജയി, സ്വർഗപ്രവേശനം ലഭിച്ച ആളുകൾ. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ലോകത്തെ വിഭവങ്ങളെല്ലാം കബളിപ്പിക്കപ്പെടുന്ന ഒന്നാണ് എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പറയുകയാണ്. അതുകൊണ്ട് നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇപ്രകാരം വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇഹലോക സുഖങ്ങളോ അല്ലെങ്കിൽ മരണത്തെക്കുറിച്ചുള്ള ഭയമോ അവരെ ദുർബലപ്പെടുത്തുകയില്ല. അവർക്ക് മരണപ്പെട്ടു കഴിഞ്ഞാലും അള്ളാഹു വാഗ്ദാനം ചെയ്ത സ്വർഗമാണ് അവരുടെ എല്ലാം ലക്ഷ്യം. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ വിഷയത്തിൽ ഞാനും നിങ്ങളും എങ്ങനെയാണ്? മരണത്തെ പേടിയുണ്ടോ? നമുക്ക് പേടിയുണ്ടോ എന്നുള്ളത് നമ്മോട് ചോദിച്ചു നോക്കണം. വിശ്വാസികളെ നമ്മൾ പേടിക്കാൻ പാടില്ല. എന്തേ കാരണം?
അള്ളാഹു പറഞ്ഞു മരണപ്പെട്ട് കഴിഞ്ഞാൽ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയത്തൻ മർദിയ, സമാധാനമടഞ്ഞ ആത്മാവേ, തൃപ്തിപ്പെട്ടുകൊണ്ടും തൃപ്തി ലഭിച്ചുകൊണ്ടും നീ മടങ്ങിക്കൊള്ളുക എൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ, എൻ്റെ സ്വർഗത്തിൽ എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ കലകാത്ത തൗഹീദും അതുപോലെ തന്നെ പരലോക വിശ്വാസവും, ഇത് രണ്ടും സമാധാനവും നിർഭയത്വവും സുരക്ഷിത ബോധവും നമുക്ക് നൽകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് യഥാർത്ഥത്തിൽ നിർഭയത്വമാണ് മതം എന്നുള്ളതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ മതം എന്നുള്ള ആ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന മതമാണ് ഇസ്ലാം. ഈ മതം സമാധാനത്തിൻ്റെ മതമാണ്. ലോകത്ത് പലരും ഇതിനെ സംബന്ധിച്ച് കുറ്റപ്പെടുത്തി കഴിഞ്ഞാലും, നിങ്ങൾ കണ്ടില്ലേ, കഴിഞ്ഞ ലോകകപ്പ് ഉദ്ഘാടന ചടങ്ങിൽ പോലും ഗാനി മിഫ്താഹ് എന്ന കുട്ടി പോലും, ആ യുവാവ് പോലും ലോകത്തിന് മുമ്പിൽ പറഞ്ഞു കൊടുത്തു, യാ അയ്യുഹന്നാസ്, ലേ ഏ മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. വിശുദ്ധ ഖുർആനിൽ ഇത്രയും കാലം ഈ ആയത്തുണ്ടായിട്ട് അതിൻ്റെ പ്രസക്തി നമുക്ക് പക്ഷെ മനസ്സിലായിട്ടുണ്ടാകില്ല. ആ അയക്ക് താഴെ തളർന്ന ഗാനിം എന്ന യുവാവ് ഓതിയപ്പോൾ വിശുദ്ധ ഖുർആന്റെ ആയത്ത് എത്രയോ വലിപ്പമുള്ളതായി നമുക്ക് തോന്നി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ ലോകത്ത് ഇസ്ലാമിനെ സംബന്ധിച്ച് എന്തു പറഞ്ഞാലും നമുക്ക് അതിനെതിരെ പറയാനല്ല, പ്രവർത്തിക്കാനല്ല, നമ്മൾ കാണിച്ചു കൊടുക്കണം. ഇമാം ഷാഫി പറഞ്ഞതുപോലെ ലോകത്ത് വിശുദ്ധ ഖുർആനിന്റെ കോപ്പികൾ പലപ്പോഴും ഞാൻ കാണുന്നു, ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ എനിക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ നമ്മളായിത്തീരാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ കൃത്യമായ വിശ്വാസം നമുക്ക് വെച്ച് പുലർത്തണം. എന്ത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടെങ്കിലും തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവിൽ വകമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണമെന്ന് പ്രത്യേകം ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. സമ്മേളനത്തിൻ്റെ രണ്ടാമത്തെ പ്രമേയമാണ് അഭിമാനമാണ് മതേതരത്വം എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാം. ലോകത്ത് നമുക്കറിയാം ലക്ഷക്കണക്കിന് മനുഷ്യരാണ്. അതിൽ ഭൂരിപക്ഷം ആളുകളും മതവിശ്വാസികളാണ്. മതവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളിലും പെട്ട ആളുകൾ. എന്നാൽ മതവീക്ഷണത്തിൽ യഥാർത്ഥത്തിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. ഭാഷയിലും സംസ്കാരത്തിലും വർണ്ണത്തിലും വ്യത്യസ്തരായിട്ടുള്ള ആളുകളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യൻ എന്ന നിലക്ക് എല്ലാവരും ഏകോപിക്കപ്പെടുകയാണ്. എല്ലാവരും ഒരേ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്, ഒരേ മാതാപിതാക്കളുടെ മക്കളുമാണ് അവർ എന്നുള്ളതാണ്. അപ്പം ഏതൊരാൾക്കും അയാൾക്ക് ഇഷ്ടമുള്ള വിശ്വാസം അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഇവിടെ അവകാശമുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന മതം ഏതാണ്? അത് ഇസ്ലാമാണ്. ഇസ്ലാം എന്ന മതം മാത്രമാണ് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുക. ഇത് യഥാർത്ഥത്തിൽ ഒരു കേവല സാമുദായിക മതത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഒരു ആദർശം എന്ന നിലക്ക് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മുന്നിൽ തൻ്റെ ജീവിതം സമർപ്പിക്കുക എന്നുള്ളതാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? സമാധാനം, അല്ലെങ്കിൽ അർപ്പിക്കുക, അള്ളാഹുവിന് മുമ്പിലെല്ലാം സമർപ്പിക്കുക എന്നുള്ളതാണ്. ആ ഒരു ജീവിതമാണ് അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കപ്പെടുക. അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റു, ഇസ്ലാം മതത്തിൻ്റെ ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ എന്ന നിലക്ക് എന്തെല്ലാം കാര്യങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഈ സമയം വരെ നമ്മൾ ചെയ്തു. ഇതിൽ ഇസ്ലാം എന്ന മതമാണ് അള്ളാഹു സ്വീകരിക്കുന്നത് എങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ പൂർണ്ണമായിട്ടും അള്ളാഹു സ്വീകരിക്കപ്പെടുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. പിന്നെ ഈ മതത്തിലാകെയും എന്തു ചെയ്യേണ്ട ആവശ്യമില്ല, നിർബന്ധിച്ച് കൊണ്ടുവരേണ്ട ആവശ്യം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൻ്റെ കാര്യത്തിൽ ബലാത്കാരമില്ല എന്നുള്ളതാണ് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ സവിശേഷമായിട്ടുള്ള മത, ജാതി, വർണ്ണ, ഭാഷ വൈവിധ്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഈ തത്വങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു നിലപാടിന് മാത്രമേ ഇന്ത്യ നിലനിർത്തുവാനും മുന്നോട്ട് നയിക്കാനും കഴിയുകയുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് നമ്മുടേതായ ആദർശമുണ്ട്.
ആ ആദർശത്തിൽ നിന്ന് പുറത്തു വിട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, ഒരു ദിവസം കഴിഞ്ഞാൽ ക്രിസ്മസ് കടന്നു വരികയാണ്. അതിലൊക്കെ പങ്കെടുക്കുന്ന യഥാർത്ഥത്തിലായാണ് മുസ്ലിങ്ങളായിട്ടുള്ള കുട്ടികളും യുവാക്കളും ഒക്കെ അതിൽ പങ്കെടുക്കുകയാണ്. എന്തിനാണ് നമ്മൾ ഇതിൽ പങ്കെടുക്കേണ്ട ആവശ്യം? ന്യൂ ഇയർ ആഘോഷം നമ്മൾ ആഘോഷിക്കുന്നു. ഇസ്ലാമിൽ അങ്ങനെയുണ്ടോ? നമുക്ക് ഇസ്ലാം പഠിപ്പിച്ചത് രണ്ട് ആഘോഷമാണ്. ഒന്ന് ഈദുൽ ഫിത്തർ, രണ്ട് ഈദുൽ അദ്ഹ. ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും മാത്രമേ നമുക്ക് ആഘോഷിക്കേണ്ടതുള്ളൂ. മറ്റുള്ള മതക്കാരുടെ കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ആഘോഷിച്ചുകൊണ്ട് അവരെ നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഭക്ഷണം വിളമ്പുന്ന, കേക്ക് മുറിക്കുന്ന, പായസം വിതരണം ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ പാടില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലക്കും ദീനുക്കും വലിയ ദീൻ. നബിയെ, നിനക്ക് നിന്റെ മതം, എനിക്ക് എൻ്റെ മതം എന്ന് അവരോട് നിങ്ങൾ പറയണം. എന്താണ് ഈ ആയത്ത് അവതരിക്കാനുള്ള കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മക്കയിലെ മുശ്രിക്കുകൾ വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ, ഞങ്ങളുടെ ബിംബങ്ങൾ കാണുമ്പോൾ ഒന്ന് നിങ്ങൾ ബഹുമാനിക്കുക, നിങ്ങളുടെ പള്ളി കാണുമ്പോൾ ഞങ്ങളും ബഹുമാനിക്കാം, ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നമുക്ക് പോകാം. അല്ലാഹ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, നബിയെ പറയണം, സത്യനിഷേധികളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിൽ ഞാൻ ആരാധിക്കുന്നതില്ല, ഞാൻ ആരാധിക്കുന്നതിൽ നിങ്ങളും ആരാധിക്കുന്നില്ല. അവിടെ അവസാനം പറഞ്ഞു, ലക്കും ദീനുക്കും വലിയ ദീൻ, നിനക്ക് നിന്റെ മതം, എനിക്ക് എൻ്റെ മതം. ഈ നിലപാട് നമ്മൾ സ്വീകരിക്കണം. നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ ഒരു മതസൗഹാർദ്ദം, ഈ രൂപത്തിലുള്ള ആദർശം വിട്ടുകൊണ്ടുള്ള ഒരു സൗഹാർദ്ദം അതില്ല എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. എന്ത് കാരണം? ഖുർആനും സുന്നത്തുമാണ് കൃത്യമായി നമുക്ക് മുന്നോട്ട് വെക്കുന്നത്. ആ ആശയങ്ങൾ സ്വീകരിക്കുവാനും പഠിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയണം. നേരെ മറിച്ച് എല്ലാ മതത്തിൽപ്പെട്ട ആളുകളെ സഹായിക്കുവാനും നമുക്ക് യാതൊരു കുഴപ്പമില്ല. അവരെ ബഹുമാനിക്കണം, അവരെ ആദരിക്കണം. അവർക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ സാമ്പത്തികമായിട്ട് സഹായിക്കണം, അസുഖമുണ്ടോ വാഹനമെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകണം, അവർക്ക് വീടിന് എന്തെങ്കിലും സഹായം വേണോ ചെയ്തു കൊടുക്കുക. നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ എല്ലാ മതക്കാരെയും സഹായിക്കാൻ നമുക്ക് കഴിയും. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. പ്രവാചകന്റെ അങ്കി പണയപ്പെടുത്തിക്കൊണ്ടാണ് 30 സ്വാ ബാർലി ജൂതന്റെ അടുക്കൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടം വാങ്ങിയത്. ഇതും ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ നോക്കൂ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു മതേതരത്വ കാഴ്ചപ്പാടാണ് നമുക്കുള്ളത്. അഭിമാനമാണ് മതേതരത്വം. ഇന്ത്യ എന്ന രാജ്യത്ത് എല്ലാ മതങ്ങൾക്കും അവരുടെ മതം പ്രബോധനം ചെയ്യുവാനും ഇഷ്ടമുള്ളത് സ്വീകരിക്കുവാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അതിൻ്റെ പേരിൽ കലാപം പാടില്ല, കൊല പാടില്ല, സമാധാനം തകർക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പാടില്ല. അള്ളാഹു സമാധാനത്തിൻ്റെ മതമായി പഠിപ്പിച്ച ഇസ്ലാം, ആ മതത്തിൻ്റെ യഥാർത്ഥ വക്താക്കൾ നമ്മളാണ്. നമ്മിൽ നിന്ന് സമാധാനമാണ് മറ്റുള്ളവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് മുജാഹിദ് 10ാമത് സംസ്ഥാന സമ്മേളനം ഈ 29, 30, 31 ജനുവരി 1 ദിവസങ്ങളിലായിക്കൊണ്ട് കോഴിക്കോട് സ്വപ്നനഗരിയിൽ വെച്ച് നടക്കുകയാണ്. കോഴിക്കോട് ബേബി ഹോസ്പിറ്റലിൽ നിന്ന് ഒരു 5 മിനിറ്റ് പോകാനുള്ള, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 20 മിനിറ്റ് യാത്രയെ നമുക്കുള്ളൂ അവിടേക്ക് എത്തിച്ചേരാൻ. ഇവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം 4 ദിവസവും ഒരുമിച്ച് കൂടുക എന്നുള്ളത് പക്ഷേ പ്രയാസമാകും. പഠന ക്യാമ്പ് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവസാനത്തെ 2 ദിവസങ്ങളിലാണ്. ഡിസംബർ 31 രാവിലെ 8 മണി മുതൽ രാത്രി 9 മണി വരെ. അതുപോലെ തന്നെ ഞായറാഴ്ച 1-ാം തീയതി ജനുവരി 1-ാം തീയതി രാവിലെ 8 മുതൽ വൈകിട്ട് സമാപിക്കുന്നത് 8-9 മണി വരെയാണ്. ഈ 2 ദിവസങ്ങളിലാണ് നമ്മളൊക്കെ പരമാവധി അവിടേക്ക് എത്തിപ്പെടേണ്ടത്. കുടുംബസമേതം എത്തിച്ചേരുക. ഇത് ആൾക്കൂട്ടം കാണിച്ച് രാഷ്ട്രീയക്കാരെ ബോധ്യപ്പെടുത്താനല്ല, ഞങ്ങൾക്ക് ഇത്ര വോട്ടുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനല്ല. എന്തിനാണ് നമ്മൾ ഒരുമിച്ച് കൂടുന്നത്? 5 കൊല്ലം കൂടുമ്പോൾ മുജാഹിദുകൾ ഒരുമിച്ച് കൂടുന്നത് ഈ ആദർശം ലോകത്തിന് മുന്നിൽ പറഞ്ഞു കൊടുക്കുവാനാണ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ ആദർശം സ്വീകരിച്ചുകൊണ്ട് അടുത്ത സമ്മേളനമാകുമ്പോഴേക്കും ഇന്ന് ആദർശം സ്വീകരിച്ച മനുഷ്യനായിരിക്കും സജീവമായിട്ട് രംഗത്തുണ്ടാവുക. എത്രയോ ആളുകളുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് വളരെ സജീവമായ സാന്നിധ്യം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും നമ്മെ അനുഗ്രഹിക്കുമാകട്ടെ. സമ്മേളനത്തിൻ്റെ പ്രചാരണ ഭാഗമായി ഇൻഷാ അല്ലാഹ് 25-ാം തീയതി മംഗലാപുരം ടൗൺ ഹാളിൽ ഉച്ചയ്ക്ക് 2:30 മുതൽ 4 മണി വരെ വനിതാ സമ്മേളനം നടക്കുകയാണ്. അതുപോലെ 4 മുതൽ രാത്രി 9 മണി വരെ ഈ സമ്മേളനത്തിൻ്റെ മംഗലാപുരം ഏകിയ പ്രചാരണ സമ്മേളനത്തിൻ്റെ സമാപനമാണ് മംഗലാപുരം ടൗൺ ഹാളിൽ നടക്കുന്നത്. ബഹുമാന്യനായ ഡോക്ടർ ഹുസൈൻ മടവൂർ, ഹനീഫ് കായക്കൊടി, പാലത്ത് അബ്ദുറഹ്മാൻ മദനി, ഷുക്കൂർ സ്വലാഹി, സഅദുദ്ദീൻ സ്വലാഹി, അതേപോലെ ഉറുദു ഭാഷയിൽ ഷെയ്ഖ് അബ്ദുൽ വഹാബ് ജമൈ, മൗലവി മുസ്തഫ ദാരിമി തുടങ്ങിയവർ നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട്.
എല്ലാവരും അതിലേക്ക് കൂടി എത്തിപ്പെടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഇന്നത്തെ കളക്ഷൻ നമ്മുടെ പള്ളിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാ മാസത്തിലും 4-ാമത്തെ വെള്ളിയാഴ്ച നമ്മുടെ പള്ളിയുടെ കളക്ഷനാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ 4-ാമത്തെ വെള്ളിയാഴ്ച മാസത്തിൽ ഒരു ദിവസം ഒരു പള്ളിക്കൊരു സംഖ്യ കൊടുക്കാൻ നമ്മൾ തയ്യാറാവുക. ഇതൊക്കെ വലിയ നേട്ടമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തുന്ന സമയത്ത് നമുക്ക് ലഭിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മുടെ രോഗിയായി കിടക്കുന്ന MG മുഹമ്മദ് സാഹിബ് ഒരുപാട് നാളുകൾ നമ്മുടെ ഈ മംഗലാപുരം ഭാഗങ്ങളിൽ സജീവമായിട്ട് ദഅ്വ പ്രവർത്തന രംഗത്ത് ഉള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം പ്രയാസം കൊണ്ട് അല്ലെങ്കിൽ രോഗം കൊണ്ട് വളരെ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിലാണ്. പ്രാർത്ഥിക്കുവാൻ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നാഥ ഞങ്ങൾക്കിനി പുറത്തു തകരണമേ. നാളെ പരലോകത്ത് ഹാജരാക്കപ്പെടുന്ന സന്ദർഭത്തിൽ വിജയികളായിത്തീരുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഞങ്ങളെന്നെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. പ്രവാചകന്മാരും സഹാബികളും കടന്നു പോകുന്ന സ്വർഗത്തിൻ്റെ ഉന്നതമായ ആ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കുവാനും ശാശ്വതമായി കഴിഞ്ഞുകൂടാനും അള്ളാഹുവെ ഞങ്ങൾക്കിനി തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. രോഗികളായിക്കൊണ്ട് ആശുപത്രികളിൽ, വീടുകളിൽ, നമ്മുടെ ഈ പള്ളികളിൽ പോലും വന്നിട്ടുള്ള ആളുകൾ അള്ളാഹുവെ എല്ലാവർക്കും എത്രയും പെട്ടെന്ന് ശിഫ നൽകി നീ അനുഗ്രഹിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.